അതിന്റെ മുഴുവൻ ധാർമ്മികമല്ല, അതിന്റെ ആക്റ്റീവ് ഇന്റലക്ട് എന്ന് പറയുന്നത് അള്ളാഹു എന്ന മുതുപിശാചാണ്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. നമ്മുടെ എം അക്ബർ പറയുവാണ്, ഒരു മനുഷ്യന്റെ, പ്രത്യേകിച്ച് ഒരു പുരുഷന്റെ തലച്ചോറിന്റെ 1/3 ഭാഗവും സെക്സ് ആണെന്ന്. ഇത് ശാസ്ത്രീയമായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും പഠനങ്ങളുടെയോ നിരീക്ഷണങ്ങളുടെയോ പരീക്ഷണങ്ങളുടെയോ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട സംഗതിയാണോ? സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ച് ഇവർക്കിടയിൽ നിന്ന് തന്നെ പരത്തിവിടുന്ന ചില ഹലാൽ ശാസ്ത്രങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണിനെ നോക്കുമ്പോൾ അവളുടെ ശരീരത്തിന്റെ കുറച്ച് ഭാഗം കണ്ടു, കഴുത്ത് കണ്ടു, വയറ് കണ്ടു, കക്ഷം കണ്ടു, ശരി, ഉടനെ തന്നെ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുന്നതും ആ കൊച്ചിനെ കയറി പിടിക്കണം എന്ന ടെൻഡൻസി ഉണ്ടാകുന്നതും ഞാനല്ല ഇതിന് കാരണം. എം അക്ബർ പറഞ്ഞ എന്റെ തലച്ചോറിലെ സെക്സ് ഹോർമോൺ ആണ് എന്നല്ലേ അവൻ വിചാരിക്കൂ? മനുഷ്യന്റെ തലച്ചോറിനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ആധുനിക ന്യൂറോ സയൻസ് നൽകുന്ന എന്തെങ്കിലുമുള്ള ഒരു തെളിവ് ഇവർക്ക് ഇതിന് പറയാൻ പറ്റുമോ? ഒരു പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ച ശാസ്ത്രം ഇതായിരിക്കും. നമുക്കറിയാം, ലിംഗഭേദത്തിനനുസരിച്ച് തലച്ചോറിന്റെ ഘടനയിലോ ചിന്താശേഷിയിലോ കാര്യമായിട്ടുള്ള അടിസ്ഥാന വ്യത്യാസങ്ങളൊന്നുമില്ല. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ശാസ്ത്രലോകം തെളിയിച്ചിട്ടുള്ള സംഗതിയുമാണ്. പക്ഷേ ഇയാൾ പറയുന്നത് ഒരു പെണ്ണിനെ ഒരു പുരുഷൻ നോക്കുമ്പോൾ അയാളിൽ സെക്സ് ഉണ്ടാകുമെന്നാണ്. സാക്കിർ നായിക്ക് പറഞ്ഞത് 10 സെക്കൻഡ് ഒരു പെണ്ണിനെ നോക്കിയിട്ടും ഇവനിൽ ഒരു ഉദ്ധാരണ ശേഷിയോ അതല്ലെങ്കിൽ കയറി പിടിക്കാനുള്ള ഒരു ടെൻഡൻസിയോ ഉണ്ടായിട്ടില്ലെങ്കിൽ അവനിലെ പുരുഷത്വത്തിന് എന്തോ കുഴപ്പമുണ്ട്, അത് ചികിത്സിക്കണമെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ച് മതപരമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള സ്വഭാവ വിശേഷണങ്ങളിലേക്ക് ഇവർ ചുരുക്കി കെട്ടുവാണ്. പുരുഷന്മാര് എപ്പോഴും നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരാണെന്ന്. അതായത് എല്ലാ പുരുഷന്മാരും പെണ്ണുങ്ങളുടെ വസ്ത്രവും നോക്കി നടക്കുന്നവരാണ്, അവരുടെ നഗ്നതയും നോക്കി നടക്കുന്നവരാണ് എന്നല്ലേ ഈ പറഞ്ഞത്. സ്ത്രീകള് നിസ്സാരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്, ഇതല്ലേ ഇവര് പറഞ്ഞു വരുന്നത്. അപ്പൊ മതം എത്രമാത്രം അപലപനീയമാണ്. ഇവരിതൊക്കെ പറയണം സമൂഹത്തിന്, ഇവര് മുന്നോട്ട് വരണം. മതം എന്താണ് ഉദ്ദേശിക്കുന്ന മാനവികത? മതം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മതത്തിന്റെ ഉൽപ്പന്നമാണ് ഒരു മനുഷ്യനെങ്കിൽ അവൻ എത്രമാത്രം അധമനായിരിക്കണം എന്നത് ഇവരൊക്കെ പുറത്തു വന്ന് പറയുമ്പോഴല്ലേ മനസ്സിലാകുന്നുള്ളൂ. അതല്ലെങ്കിൽ ഒരു സ്ത്രീ വെറും ഒരു ഭോഗവസ്തുവാണ് എന്ന് ഇയാൾ പറയണമെങ്കിൽ, എം അക്ബർ പറഞ്ഞത് സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭോഗവസ്തുവാണെന്ന് അവനവന്റെ ഉമ്മയെ നോക്കുമ്പോൾ അവൻ എന്ത് തരത്തിലുള്ള വൈകാരികതയാണ് ഉണ്ടാകുന്നത്? ഇത് നോക്കണം, ഗൗരവമേറിയ പരലോകവും സ്വർഗവും നരകവും പ്രവാചകന്റെ 53-ാമത്തെ വയസ്സിലെ 6 കെട്ടിനെ കുറിച്ചുമൊക്കെ സംസാരിക്കേണ്ടുന്ന വേദികളിൽ ഇവര് ശാസ്ത്രം പറയാ, നമ്മുടെ മതഗ്രന്ഥം ശാസ്ത്രം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ട് ഇത്തരം പരിഹാസവും അപഹാസ്യവുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇയാളെ കേട്ടുകൊണ്ടിരിക്കുന്ന മതജീവികൾ സമൂഹത്തിന് എന്ത് തെറ്റായിട്ടുള്ള മാർഗമാണ് നൽകുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ഇവരിത് കേട്ടിട്ട് പുറത്ത് നടന്നു പോകുക റോഡിലൂടെ. അപ്പോൾ ഒരു പെണ്ണ് നടന്നു വരുന്നു, ഇവരുടെ പ്രഭാഷണങ്ങളുടെ നിലവാര തകർച്ച അവന്റെ തലച്ചോറിനെ ബാധിച്ചില്ലേ? എന്ത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഇതുപോലെയുള്ള പ്രഭാഷകർ മുസ്ലിം യുവാക്കളിൽ കുത്തിവെക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. എത്ര നിസ്സാരവും ശാസ്ത്രവിരുദ്ധവുമായിട്ടുള്ള വാദങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒരു പക്ഷേ നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് മാത്രമല്ലേ ഇവര് പറയുന്ന അശാസ്ത്രീയത ബോധ്യപ്പെടുത്തുള്ളൂ. അതല്ലെങ്കിലോ അവരിതൊക്കെ വിശ്വസിച്ചല്ലേ മുമ്പോട്ട് പോകുന്നത്? നോക്കണം, ഇപ്പോ നമ്മൾ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു. നമ്മുടെ DR പറയാണ്, ബാസിൽ പറയാണ്, അത് പടച്ചോൻ ശിക്ഷിക്കട്ടെ എന്ന്, അത് പടച്ചോൻ നോക്കിക്കൊള്ളുമെന്ന്. നിഷ്ക്രിയരായി നോക്കി നിൽക്കാൻ പറയണമെങ്കിൽ മതം ഇവരുടെ ഉള്ളിലെ മനുഷ്യത്വം എത്രമാത്രം കാർന്ന് തിന്നിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ തിരിഞ്ഞും പിരിഞ്ഞു നോക്കുവോ? നമ്മൾ ആ പെൺകുട്ടിയെ എങ്ങനെയും രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. നിയമവാഴ്ചയുള്ള ഒരു സമൂഹത്തില് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട, ബാധ്യത നിറവേറ്റപ്പെട്ട ഒരു സംവിധാനമല്ലേ നമ്മുടെ രാജ്യത്തെ സർക്കാരും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ? നമുക്ക് ബാധ്യതയില്ലേ നമ്മുടെ സമൂഹത്തോട്? നമ്മുടെ കൺമുമ്പിൽ പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞിനോട് നമുക്ക് ബാധ്യതയില്ലേ? സർക്കാർ പടച്ചോനാണോ? അപ്പൊ ഇങ്ങനെ ഒരു അതിക്രമം നടക്കുമ്പോൾ ഇരയെ രക്ഷിക്കാൻ ഇടപെടേണ്ടത് മനുഷ്യത്വം നഷ്ടപ്പെടാത്ത ഏതൊരു പൗരന്റെയും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്നിട്ട് ഇയാൾ പറയാണ്, പരലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നവന് സ്വർഗം കിട്ടുമത്രേ ആ പെൺകുട്ടിക്ക്. അപ്പൊ ഇവന് പരലോകത്ത് ശിക്ഷ കിട്ടുമത്രേ.
അപ്പൊ പരലോകത്തവന് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കണം. ഇത് നോക്കി നിൽക്കുന്നവർക്കും ഒരു പഠനമാണ്, പരീക്ഷണമാണെന്ന്. അപ്പൊ എന്ത് രൂപത്തിലുള്ള പിഴച്ചോനാണ് ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ബൗദ്ധിക നിലവാരം അറിയാതെ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രീയതയിലേക്ക് നമ്മളെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കുകയെ. ഇതൊക്കെ വിമർശിക്കുമ്പോഴാണ് നമ്മൾ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. ഇത്തരം അപകടകരമായിട്ടുള്ളൊരു ആശയം തകർക്കണം. കാരണം ഇത് യുവതലമുറയെ വളരെ മോശമായിട്ടുള്ള ആശയങ്ങളിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഭൗതികമായിട്ട് ഇവിടെ ശിക്ഷയുണ്ടെന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കുമോ? നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ നിയമപരമായിട്ട് ഇടപെടാൻ ശ്രമിക്കും, ഇരയ്ക്ക് സംരക്ഷണം നൽകാൻ ശ്രമിക്കും, കുറ്റവാളിയെ തടയാൻ ശ്രമിക്കും. അതിനൊക്കെ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ATM കൊള്ളയടിക്കാത്തത്? അള്ളാഹു ശിക്ഷിക്കുമെന്നുള്ള രീതിയിലല്ല, CC ക്യാമറ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല, അത് തെറ്റാണ് എന്ന ധാർമ്മികമായിട്ടൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. നിയമം അതിന്റെ വഴിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഓരോ മനുഷ്യ ജീവന്, ഒരു പെൺകുട്ടിയുടെ മാനത്തിന്, അഭിമാനത്തിന്, അതിനൊക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് എന്റെ കൺമുമ്പിൽ അത് കാണുന്നതിന്റെ പേരിൽ എന്റെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് കൂടുതലൊന്നും നമ്മൾ പഠിക്കണ്ട, എവിടെയും പോയിട്ട് ഡിഗ്രി എടുക്കണ്ട. നമ്മളൊരു സാമൂഹ്യ ജീവിയായാൽ മാത്രം മതി നമുക്ക് അങ്ങനെ ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ലഭിക്കാനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിനകത്ത് ഞാനൊരു ചെറിയ കാര്യം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ ജാമത ടീച്ചർ പറഞ്ഞതുപോലെ ഇവർക്കിത് മുതിർന്നവർ, കുഞ്ഞുങ്ങൾ എന്നുമില്ല. ഇവൻ ഒരു ന്യൂ ബോൺ ബേബി ആണെങ്കിലും എന്താ പറയുന്നത്, ദി ഫീൽ ദ സെയിം. ഞാനിത് എല്ലാവരും ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇങ്ങനത്തെ ചിന്താഗതിയുള്ളവന്മാരെ ഒരു ന്യൂ ബോൺ ബേബി, അതായത് നമ്മള് ഇപ്പൊ ഞാൻ വെരി റീസെന്റ്ലി ഒരു ന്യൂസ് വായിച്ചിട്ട് ഭയങ്കര അപ്സെറ്റ് ആയി പോയി എന്ന് പറഞ്ഞാൽ നീ ഭയങ്കര വിഷമം വന്നു. പാകിസ്ഥാനില് 18 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ 3 അവന്മാര് കൂടി പീഡിപ്പിച്ചു. ആലോചിച്ച് നോക്കി, 18 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനോടൊക്കെ എന്ത് തോന്നാനായിരിക്കും ഒരു മനുഷ്യന്? നമുക്കൊരു കുഞ്ഞിനെ കണ്ട വാത്സല്യമല്ലാതെ അതിനോട് എന്ത് തോന്നാനാ? ആ കുഞ്ഞിനെയും എടുത്തു പിടിച്ചോണ്ട് ആ അമ്മ കരയുന്ന ഒരു കരച്ചിലുണ്ട്. ഉമ്മയുടെ മനസ്സിലപ്പോ ഞാനിത് എല്ലാവരും ഇത് മനസ്സല്ല ബ്രദർ. എന്റെ DP ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി. ഈ ഇപ്പൊ ചത്തൊടുങ്ങിയ ആയത്തുള്ളക്ക് മുമ്പുള്ള ഒരു ആയത്തുള്ള പുറപ്പെടുവിച്ച ഷിയ ഇസ്ലാമിലെ ഫത്വയാണത്. അറബിയും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന കുഞ്ഞുമായി തൈൻ നടത്താൻ അനുവദിച്ച അള്ളാഹു എന്ന മുതുപിശാജിന്റെ അടിമകളുടെ മതമാണ് ഈ മതം. നിങ്ങൾ എന്റെ DP ഒന്ന് എടുത്ത് റിഫ്രഷ് ചെയ്ത് വായിച്ചു നോക്കി. ഇംഗ്ലീഷിലും ഉണ്ട്, അറബിയിലും ഉണ്ട്. പിന്നൊരു കാര്യമുണ്ട് ബ്രദറെ, ഇപ്പോ താങ്കൾ പറഞ്ഞല്ലോ 18 മാസം പ്രായമായ കുഞ്ഞിനെയും വെച്ചിട്ട് മാതാപിതാക്കൾ കരയുന്നുണ്ടെന്ന്. ആ വേട്ടക്കാർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു ഗിൽറ്റ് കോൺഷ്യസ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാരണം ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ 1/3 ഭാഗവും സെക്സ് ആണെന്നും പെണ്ണിനെ കണ്ടാൽ കയറി പിടിക്കാൻ ഒരു ടെൻഡൻസി അവൻ ഉണ്ടാകുമെന്നും പഠിപ്പിക്കുന്ന ഈ മതത്തിനകത്ത് നിന്നിട്ട് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന അപകർഷതാബോധം എന്നെങ്കിലും അവനുണ്ടാകുമോ ഇതിവർ പഠിപ്പിക്കുമ്പോൾ? പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ വിധിയിൽപ്പെട്ടതാണ്, അള്ളാഹു വിധിച്ചത് കൊണ്ട് പൈശാചിക പ്രേരണയാൽ ഞാനത് ചെയ്തതാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ഇവൻ ഇനിയും ഇത് ആവർത്തിക്കാനൊരു ടെൻഡൻസി അല്ലേ ഉണ്ടാവൂ? അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പീഡകന്മാരെ സൃഷ്ടിക്കാനല്ലേ ഇത് ഉപകരിക്കൂ? തീർച്ചയായും ഇതിനകത്ത് ഈ ഒരു വീഡിയോയുടെ അവസാനം ഇവനെ പിടിച്ചോണ്ട് പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. അന്നേരം ഒരു രീതിയിലും ഉള്ളൊരു ഗിൽറ്റ് ഇല്ലാതെ ആണ് എന്താ പോകുന്നത്. അതായത് ഈ പയ്യൻ എന്ന് പറയുന്നത് അവനൊരു ടീനേജറാണ്. അവനൊരു മാക്സിമം ഒരു 17-18 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. ആ പ്രായത്തിൽ അവനത് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ടീച്ചർ പറഞ്ഞതുപോലെ ഇതിനകത്ത് അവൻ ചിന്തിക്കുന്നത് എന്താണ്? അവൻ ചിന്തിക്കുന്നത് ഇത് ഞാനല്ലല്ലോ ചെയ്യുന്നേ, എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതല്ലേ. അവൻ ഒരു രീതിയിലുള്ള ഗിൽറ്റുമില്ല, ഒരു രീതിയിലുമുള്ള ഗിൽറ്റില്ല. ഇതാണ് ഇതിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു മ്ലേച്ഛത്തരം പൈശാചികത എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിലേറെ നമ്മൾ ഭയപ്പെടേണ്ടുന്ന, ആശങ്കപ്പെടേണ്ടുന്ന ഒരു വസ്തുത, സയൻസ് പഠിച്ച് MBBS എടുത്ത ഒരു ഡോക്ടർ, ഒരു പ്രൊഫസർ ഇത് വന്ന് മൈക്കിലൂടെ പബ്ലിക്കിൽ പറയുമ്പോൾ എത്രമാത്രം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. ഒരു പക്ഷേ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യാം. പക്ഷേ ഇത് പറയുന്നത് ഒരു ഡോക്ടറല്ലേ, അപ്പൊ ഇയാള് പഠിച്ച ആളല്ലേ, സാമൂഹ്യ ബോധമുള്ള ആളല്ലേ.
രാജ്യത്തെ നിയമങ്ങളും ഭരണഘടനയും യുക്തിബോധവും വൈകാരികവുമായിട്ടുള്ള എല്ലാ അറിവുകളുമുള്ള വ്യക്തിയല്ലേ. അപ്പൊ ഇയാളെ പോലെയുള്ള ആളുകൾ ഇത് വന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റ്, അതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. തീർച്ചയായും ഇത്രയധികം ഫോളോയിങ് ഉള്ള ഒരാള് എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുന്നത്, എസ്പെഷ്യലി എന്താ പറയുന്നത്, ആ ഒരു സമൂഹത്തിലുണ്ടായി ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള എന്താ പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ മാറി തുടങ്ങും. ഇത് എന്താ പറയുന്നത്, ഇത് ഈ ഒരു കാലത്ത് മാത്രമല്ല, ഇപ്പൊ ബാസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത് ഇവരുടെ കാലാകാലങ്ങളായി ഇവരുടെ പല സ്കോളേഴ്സും ദാവാക്കാരും ചെയ്തിട്ടുള്ള കാര്യമാണിത്. കാലാകാലങ്ങളായി മക്ബർ പല ആവർത്തി ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇവരുടെ ലോകത്തുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. സക്കീർ നായിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും ഇപ്പൊ ഇതൊരു എന്താ പറയുന്നത്, ഇത് ലോകത്തിന് ആപത്തായിട്ടുള്ള ഒരു പ്രതീതിയാണ്, ലൈക്ക് എന്നാ പറയുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. ലൈക്ക് ഇത് ഒരു രീതിയിലും നമ്മുടെ ഈ സമൂഹത്തിന് എന്താ പറയുന്ന ഒരു നല്ലത് ചെയ്യില്ല. ആൻഡ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് അവർ ലൈക്ക് സൊസൈറ്റി.